റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിൽ വീഴ്ച. ഇടപാടുകളിലെ സുപ്രധാന കണ്ണികളിൽ പലരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. കണ്ണി പൊട്ടിയോ എന്ന് സംശയം. ദ്വാരപാലക പീഠം സൂക്ഷിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവൻ അന്വേഷണത്തിന് പുറത്താണ്. അനന്തസുബ്രഹ്മണ്യത്തെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയ സ്പോൺസർ രമേശ് റാവുവിനെ ചോദ്യം ചെയ്യാൻ ഈ ആഴ്ച വിളിച്ചു വരുത്തുകയുള്ളൂ. എറണാകുളം സ്വദേശിയായ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള മറ്റൊരാളും SITയുടെ ചോദ്യമുനയിൽ ഇപ്പോഴാണ് വരുന്നത്. പ്രതികളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷിക്കും. TV പ്രസാദും ഹരിമോഹനുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഈ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം എന്തായാലും അത് ഹൈക്കോടതി പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയം വളരെ കുറച്ച് ആളുകൾ മാത്രമേ SITയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്കത് മാറ്റിവെക്കാവുന്നതാണെങ്കിൽ പോലും വളരെ നിർണായകമായ ആളുകളിലേക്ക് അന്വേഷണം എത്താത്തത് ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് ഇപ്പോഴും സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരനും അത് അവർ നടപ്പിലാക്കിയ രീതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണ ചിത്രം കിട്ടാത്തതിന് തടസ്സമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയുള്ള 6 ആഴ്ചകളിൽ ഈ ചേരാത്ത കണ്ണികൾ ഈ അന്വേഷണ സംഘം ചേർക്കണം, അല്ലേ TV പ്രസാദ്? അത് തന്നെയാണ് അരുൺ. ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചുവെന്നോ അവർ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നതോ അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അരുൺ. കാരണം നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിലുള്ള പല പോയിന്റിലേക്ക് പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് അവരുടെ സമയക്കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിലുള്ളത് കൊണ്ടോ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് നമ്മുടെ രമേശ് റാവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഈ ആഴ്ച തന്നെ രമേശ് റാവുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. രമേശ് റാവു ശബരിമലയിലെ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ്, അവിടുത്തെ സ്പോൺസറാണ്. ദ്വാരപാലക വിഗ്രഹം 19/7/2019 ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോറ്റിക്ക് വേണ്ടി കൊണ്ടുപോയത് രമേശ് റാവുവാണ്. രമേശ് റാവുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതേ ഉള്ളൂ, തീർന്നില്ല അരുൺ. ആ 19ഉം 20ഉം 2 ദിവസങ്ങളിലായി ദ്വാരപാലക ശില്പങ്ങളിലെ പാളി കൊണ്ടുപോയ മറ്റൊരാളുണ്ട്, അനന്തസുബ്രഹ്മണ്യം. ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനന്തസുബ്രഹ്മണ്യം ആദ്യം ബാംഗ്ലൂരിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കുമാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് ദേവസ്വം വിജിലൻസ് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയത്. പക്ഷെ ആ രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടന്നു പോകാൻ കഴിഞ്ഞില്ല. അത് ഈ കേസിൽ ഏറെ നിർണായകവുമാണ് അരുൺ പറഞ്ഞതുപോലെ. കുറ്റപത്രം എന്ന് പറയുന്നത് ഒരു ചങ്ങലയാണ്, കൂട്ടി കെട്ടുന്ന ചങ്ങലയാണ്. ആ ചങ്ങലയിലെ ഇടയിൽ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ മിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രതിഭാഗം ഉപയോഗിക്കുകയും നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെ കോടതിയിൽ പൊളിഞ്ഞു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് അരുൺ CK വാസുദേവൻ. CK വാസുദേവനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാവുന്നതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്, താങ്ങുപീഠം കാണാനില്ല. ആ കാണാനില്ലാത്ത താങ്ങുപീഠം 5 വർഷമായി കയ്യിൽ സൂക്ഷിച്ചു വെച്ച ആളാണ് ഈ CK വാസുദേവൻ. CK വാസുദേവൻ എന്നിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. അത് മാത്രമല്ല CK വാസുദേവന്റെ റോള്. CK വാസുദേവൻ തുടക്കം മുതൽ ശബരിമലയിലുണ്ട് എന്നുള്ളതാണ്. CK വാസുദേവനാണ് തുടക്കം മുതൽ തന്നെ പല ദുരൂഹമായ സാഹചര്യത്തിലുമുള്ളത്. ഒന്ന്, ആ താങ്ങുപീഠത്തിന്റെ അളവെടുക്കുന്ന സമയത്തും അത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ CK വാസുദേവനുണ്ട്. അത് ദേവസ്വം വിജിലൻസിലുണ്ട്, അത് SIT സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല അരുൺ, നേരത്തെ നമുക്കറിയാം 6/8/2018 ഉത്തരവ് പ്രകാരം ശ്രീകോവിലിന്റെ വാതിൽ അഴിച്ചു മാറ്റുന്ന സമയത്ത് അവിടെ CK വാസുദേവനുണ്ട്. ആ വാതിൽ പണി കഴിക്കാൻ വേണ്ടി നന്ദനാചാരിക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെയും CK വാസുദേവനുണ്ട്. വാജിവാഹനം അഴിക്കുന്ന സമയത്ത്, അതായത് കൊടിമര നിർമ്മാണത്തിന്റെ സമയത്ത് അവിടെ CK വാസുദേവനുണ്ട്. അഷ്ടദിക്പാലകർ മാറ്റുന്ന സമയത്തും അവിടെ CK വാസുദേവനുണ്ട്. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചു കൊടുക്കുന്ന സമയത്തും അവിടെ CK വാസുദേവനുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ CK വാസുദേവൻ അന്വേഷണ പരിധിയിലേക്ക് ശരിയായി വന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അരുൺ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലിലേക്ക് എത്തണമെങ്കിൽ CK വാസുദേവും രമേശ് റാവുവും അനന്തസുബ്രഹ്മണ്യനെയും പോലെയുള്ളവരെ ശരിക്കും ചോദ്യം ചെയ്യാതെ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കൊണ്ടുപോകാതെ പ്രത്യേക അന്വേഷണ സംഘത്തിനത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. താങ്ക് യു TV. ഇപ്പോൾ നമുക്കൊപ്പം ഹരി കൂടി ചേരുന്നുണ്ട്. ഹരി, പുതുതായിട്ട് നിരവധി ആളുകളെ ചോദ്യം ചെയ്യാനുള്ള പട്ടികയിലേക്ക് എടുക്കുന്നുണ്ട് SIT. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം സ്വദേശിയായ ഒരാളാണ്. ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അയാൾ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരാൾ രമേശ് റാവു ആണ്. അയാൾ ചെറിയ പുള്ളിയല്ല. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ രമേശ് റാവു ആണ്
അവിടെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്നത് പ്രകാരം ഈ ശബരിമലയിലെ പാളികൾ കൈമാറിയത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒപ്പിട്ടതെങ്കിലും ഇത് നേരിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത് രമേശ് റാവു ആണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇനിയും അന്വേഷണത്തിൽ ചോദ്യം ചെയ്യാൻ നിരവധി പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന 6 ആഴ്ച നിർണായകമാണ് താനും. എങ്ങനെയാണ് പുതിയ ആരെയൊക്കെയാണ് ഈ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരുന്നത് SIT? മാത്രമല്ല, അനധികൃത സ്വത്ത് സമ്പാദനം ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ആംഗിളാണ്. അത് ഇതുവരെയും കാര്യമായിട്ട് അന്വേഷിച്ചിരുന്നില്ല. സ്വർണ്ണപ്പാളിക്ക് പിന്നാലെയായിരുന്നു. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇപ്പോൾ SIT അന്വേഷിച്ചു തുടങ്ങുകയാണോ? അങ്ങനെ വന്നാൽ ചിലർ കുടുങ്ങും, അല്ലേ? അരുൺ, തീർച്ചയായിട്ടും ഈ സ്വർണ്ണപ്പാളികൾ കൈകാര്യം ചെയ്ത ആളുകൾ, അതായത് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും ഒക്കെ നേരിട്ട് കൈകാര്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്കുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ, അത് ഈ അന്തർ സംസ്ഥാന ബന്ധവുമായി കൂടുതൽ കണ്ണു ചേർക്കാൻ കഴിയുന്ന SIT ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ ഒന്നും തന്നെ ഇതുവരെ പൂർണ്ണമായിട്ടും ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ SITക്ക് കഴിഞ്ഞിരുന്നില്ല. നേരത്തെ ദേവസ്വം വിജിലൻസ് ഇവരുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചത്. പക്ഷേ SIT വന്ന് പിന്നീട് ഈ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഈ സ്പോൺസർമാരായിട്ടുള്ള ആളുകളെ പ്രതിപട്ടികയിൽ ചേർക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകൾ കൂടുതലായി പരിശോധിക്കുകയോ ചെയ്തിരുന്നില്ല. അതിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് ഈ രമേശ് റാവു എന്ന് പറയുന്നത്. രമേശ് റാവു ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. ശബരിമലയിൽ പല രീതിയിലുള്ള സ്പോൺസർഷിപ്പുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് തന്റെ പണം കൊണ്ടാണ്. താന് ഈ സ്പോൺസർഷിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഈ പണം കൈമാറിക്കൊണ്ടിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സന്നിധാനത്ത് ഈ സ്പോൺസർഷിപ്പ് എല്ലാം നടത്തിയിരുന്നത്. അന്നദാനം അടക്കമുള്ള ഒരുപാടധികം സ്പോൺസർഷിപ്പുകൾ രമേശ് റാവുവിന്റെ പണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പാളികൾ കൈകാര്യം ചെയ്തിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യത്തിന് പുറമെയുള്ള ഒരു വ്യക്തി കൂടിയാണ് രമേശ് റാവു. പക്ഷേ രമേശ് റാവുവിനെ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരാൻ ഇതേവരെ SITക്ക് കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ആഴ്ച ഈ രമേശ് റാവുവിനെ വിളിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും SIT ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം സ്വദേശിയായിട്ടുള്ള നേരത്തെ ശബരിമലയിൽ വളരെ സജീവമായിരുന്ന വാസുവിന്റെയും അതിനുശേഷം ആ സമയത്ത് പത്മകുമാറിന്റെ കാലത്തും അനന്തഗോപന്റെ കാലത്തും ഒക്കെ തന്നെ വളരെ സജീവമായി സന്നിധാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ എറണാകുളം സ്വദേശിയായിട്ടുള്ള നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നയാൾ. ഇയാൾ ഈ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ സ്പോൺസർമാരുടെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ, ഒരു അപ്രഖ്യാപിത കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ ഏറെക്കാലം പ്രവർത്തിച്ചു വന്ന ആളാണ്. ഇയാളെ പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇയാൾക്ക് പക്ഷേ ചില ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SIT ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെയാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പരിശോധിക്കാൻ SIT തയ്യാറെടുക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് പേര് ചോദ്യമുനയിലേക്ക് വരുന്നുണ്ട്. സ്വാമിയെ ശരണം അയ്യപ്പ, എന്തെല്ലാം കേൾക്കണം അയ്യപ്പ, നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം കൂടുന്നു അയ്യപ്പ. 6 ആഴ്ച കൂടിയുണ്ട്. 6 ആഴ്ചക്കുള്ളിൽ ആരൊക്കെ ചോദ്യമുനയിലേക്ക് വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാരണം. ട്വിസ്റ്റും സൂപ്പർ ട്വിസ്റ്റും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവർ ജാഗ്രതയിൽ കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്.